ഞാൻ ഇന്ന് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രധാന ഒരു കാര്യം പറയാനായിട്ടാണ്. ഇന്ന് വെളുപ്പിനൊരു ഫോൺ സന്ദേശം വന്നതോടുകൂടിയാണ് ആ വാർത്ത ഞങ്ങൾ അറിയണത്. അപ്രതീക്ഷിതമായിട്ട് ഒരു ആളുടെ വേർപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായി. മരണം തികച്ചും പെട്ടെന്നായിരുന്നു കേട്ടോ. വെളുപ്പിനാണ് ഈ വാർത്ത ഞങ്ങളെ ചെവിയിൽ വന്ന് മുഴങ്ങണത്. ഞാൻ ഇന്ന് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രധാന ഒരു കാര്യം പറയാനായിട്ടാണ്. അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരു ആളുടെ വേർപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടായി. ഇവിടുത്തെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. ഇന്ന് വെളുപ്പിനൊരു ഫോൺ സന്ദേശം വന്നതോടുകൂടിയാണ് ആ വാർത്ത ഞങ്ങൾ അറിയണത്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. എങ്കിലും ഇത് സംഭവിച്ചത് തികച്ചും പെട്ടെന്നുള്ളൊരു ഇതായിപ്പോയി. അതായത് ഒരു 5-6 മാസം മുമ്പ് വരെ ഒരുവിധ ആക്റ്റീവായിട്ടിരുന്ന നല്ല ഒരു സകലകലാ വല്ലഭയെന്ന് തന്നെ എൻ്റെ ഭാഷയിൽ പറയാൻ പറ്റിയ ഒരു വനിതയായിരുന്നു ചേച്ചി. നഴ്സറി സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥയായിട്ട് റിട്ടയർഡായ ആളാണ്. വാർദ്ധക്യ സഹജമായ അസുഖമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ ചെറുതായിരുന്ന സമയങ്ങളിൽ എപ്പോഴും പറയും, ഞാനിവിടെ വരുമ്പോൾ പറയണതാണ്, ഈ നഴ്സറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ കൂടെയാണ് നഴ്സറി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതെന്ന്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയണ കൊച്ചുങ്ങളിങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ്, നഴ്സറി ചെല്ലുമ്പോൾ ഒരു സ്ഥാനമെന്നാണ് പറയണത്, കൂടെ കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ശരിക്കും എല്ലാ കാര്യത്തിനും പ്രഗത്ഭയാണ്. വീട്ടുകാര്യങ്ങൾ നോക്കാൻ, ഔദ്യോഗിക നിലവാരം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ, പിന്നെ പൊതുവായിട്ടുള്ള പല പ്രവർത്തന മേഖലകളിലും പള്ളികളിൽ, മറ്റുള്ള സൊസൈറ്റി, അങ്ങനെയുള്ള എല്ലാ സംഗതികളിലും പുള്ളിക്കാരി വളരെ മികവ് തെളിയിച്ച കായിക പരിശീലനത്തിലെല്ലാം. അതായത് അളിയൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫായിട്ടൊരു കോളേജിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളായിരുന്നു. അളിയൻ മരിച്ചിട്ട് 6-7 കൊല്ലമായി കേട്ടോ. പിന്നെ പ്രഗത്ഭരായ 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അവരെല്ലാവരും നല്ല സമർത്ഥരായ കുട്ടികളാണ്. പിന്നെ ഈ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്ററിനുള്ള സംഗതികളെല്ലാം ഞങ്ങളെ മകള് 2 ദിവസം മുമ്പ് ഇവിടെ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നു. കുക്ക് ചെയ്യാനുള്ള സംഗതികൾ ഞാൻ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അതെല്ലാം നിങ്ങൾ ഇതിനോടകം വീഡിയോയിൽ കണ്ടു കാണും കേട്ടോ, എന്നാ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇന്ന് രാവിലെ ഓരോന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാനിരുന്നപ്പോഴാണ് വെളുപ്പിനാണ് ഈ വാർത്ത ഞങ്ങളെ ചെവിയിൽ വന്ന് മുഴങ്ങണത്. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ പരമാവധി രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെടും. പിന്നെ എല്ലാ ചടങ്ങുകളും നാളെ തന്നെ ശവസംസ്കാരം ഉണ്ട് കേട്ടോ. തലേദിവസം മരിച്ചതല്ലേ. അപ്പം ഈസ്റ്ററിൻ്റെ അന്നാണ് ശവസംസ്കാരം നടത്തണത്. അപ്പം ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഇപ്പോൾ ഓൾറെഡി മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. നാളെ രാവിലെയാണ് എടുക്കണത്. 11 മണിയോടുകൂടി വീട്ടിൽ കൊണ്ടുവരും. അപ്പം ഞങ്ങൾ രാവിലെ പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസ്റ്ററിന് യാതൊരുവിധ കുക്കിംഗ് വീഡിയോസും ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾക്കിവിടെ ഒരു കുക്കിങ്ങും നാളെ വീട്ടിലുണ്ടായിരിക്കുന്നതല്ല. ഒരു സംഗതി കുക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ആ വിവരം നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഈസ്റ്ററിൻ്റെ അന്ന് സൺഡേ 31-ാം തീയതി, മാർച്ച് 31-ാം തീയതി വേറെ വീഡിയോസ് ഒന്നും പബ്ലിഷ് ചെയ്യണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചേച്ചിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ പറയാനുണ്ട്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്തിനും തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രിയിലൊക്കെ അളിയൻ അവിടെ ഉള്ള സമയങ്ങളിലും ഈ കോളേജിന് പിള്ളേരെയും കൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലും പോകും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചീഫായിരുന്നു അളിയൻ. അപ്പോൾ പല സ്ഥലത്തും വോളിബോളാണെന്ന് എനിക്ക് തോന്നുന്നത് കളിക്കാനായിട്ട് പിള്ളേരെ കൊണ്ടുപോകുന്ന സമയങ്ങളിലെല്ലാം. മക്കളെല്ലാം വിവാഹിതരാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ പുള്ളിക്കാരി സ്വന്തമായിട്ട്
അവിടെ വീട്ടിൽ 1-2 പട്ടിയൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഒരു പേടിയോ ഒന്നുമില്ല. അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിലും വളരെ ധൈര്യം ജീവിച്ചിരുന്ന ഒരു തീരെ വനിതയെന്ന് തന്നെ ഞാൻ പറയുവാണെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ആളായിരുന്നു. പിന്നെ പ്രായമാകുമ്പോൾ ഓരോരോ കാരണങ്ങൾ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടേ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു 5-6 മാസമായിട്ട് സുഖമില്ലാതിരിക്കുമായിരുന്നെങ്കിൽ പോലും മരണം തികച്ചും പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഞങ്ങളുടെ ഇന്ന് വീഡിയോ എന്തോ പബ്ലിഷ് ചെയ്തപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. വീഡിയോയുടെ പരിപാടി മകളാണല്ലോ ചെയ്യണേ. അപ്പോൾ നാളെ എന്തൊക്കെ ഐറ്റം, നാളത്തെ ഫുഡ് എന്താണെന്ന്. അപ്പോൾ നാളെ ഒരു ഫുഡും ഉണ്ടാവുന്നതല്ല. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ കഞ്ഞിയായിരിക്കും, അതും കഴിച്ചിട്ട് തിരിച്ച് മടങ്ങുള്ളൂ. പോണ വഴിയായിരിക്കും മറ്റ് ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് നേരെ അങ്ങോട്ട് പോകും. അപ്പം നാളെ ഒരു വീഡിയോസും ഉണ്ടാവില്ല കേട്ടോ. തവണത്തെ ഈസ്റ്റർ നിങ്ങളെല്ലാവരും ഈസ്റ്റർ നല്ല ഭംഗിയായിട്ട് ആഘോഷിക്കുക. നല്ലവരായ വ്യൂവേഴ്സ് എല്ലാവരും ഈസ്റ്റർ നമുക്ക് പറ്റണ രീതിയിലെല്ലാം ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച മുതൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം. കാരണം മേടിച്ച് വെച്ചിരിക്കുന്ന സംഗതികളെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം ഫ്രീസറിലേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെയായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പറയാനായിട്ടാണ് വന്നത്. ഓക്കെ, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ദോശയുടെ നെയ്റോസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, നെയ്യ് ഒഴിച്ചപ്പോൾ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, ഒരു പാട്ട് ഇങ്ങനെ സൂചിപ്പിച്ചില്ലേ, ദോശയമ്മ ദോശ നെയ്യിൽ ചുട്ട ദോശയെന്ന് പറഞ്ഞൊരു പാട്ട്. എനിക്ക് ഫുൾ അറിയില്ല, എങ്കിലും ഞാൻ പറയുവാണ്. ആ പാട്ട് ഞാനിവിടെ വന്ന കാലഘട്ടം മുതൽ എല്ലാ വീടുകളിലെ പിള്ളേരുടെ അടുത്ത് ചെല്ലുമ്പോഴും ഈ മരിച്ച ചേച്ചി പാടുന്ന ഒരു പാട്ട്. എന്നാന്ന് വെച്ചാൽ നഴ്സറി ടീച്ചറായിട്ട് ജോലിയിൽ കയറിയ ആളായതുകൊണ്ട് ഈ പിള്ളേരുടെ മാനേഴ്സ് എല്ലാം അറിയാം. അപ്പോൾ ഒരുപാട് പാട്ട് പാടാൻ നല്ല ടാലൻ്റായി. ഇവിടെ കല്യാണത്തിന് മുമ്പും ഇവിടെ ഹസ്ബൻഡ് പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയിലൊക്കെ സൺഡേ സ്കൂളിലും കൊയറിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ടിരുന്ന ലേഡിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നും ആ കഴിവുകൾ അളിയൻ്റെ സപ്പോർട്ടോടുകൂടി നല്ല മികവായിട്ട് തെളിയിച്ചൊരു വനിത തന്നെയാണ്. അപ്പം നമുക്ക് ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, അത്രയല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് പറയാനായിട്ട് വന്നതാട്ടോ. ഓക്കെ, നമ്മൾ ഈസ്റ്റർ സീരീസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് തന്നെ ഓരോ വീഡിയോയുടെ അടിയിലും തന്നെ വ്യൂവേഴ്സ് തന്നെ എല്ലാ സപ്പോർട്ടുകൾക്കും എല്ലാ കമൻറ്റുകൾക്കും എല്ലാം ഞാൻ നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ഈസ്റ്ററിൻ്റെ അന്ന് വന്നപ്പോൾ നമുക്ക് ചില ഓരോരോ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമല്ലോ. നമുക്ക് ഈസ്റ്ററിന് ഒരു സംഗതിയും നമ്മൾക്ക് കുക്ക് ചെയ്യാൻ സാധിച്ചില്ല, വീഡിയോയൊന്നും പബ്ലിഷ് ചെയ്യാനും പറ്റിയ ഒരു സമയമായില്ല. അത് ഓരോന്നിനും ഓരോ ദൈവനിശ്ചയമല്ലേ. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങളോട് നന്ദി അറിയിക്കുന്നതോടൊപ്പം മേലിലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവും ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുവാണ്. പിന്നെ ഈസ്റ്ററിൻ്റെ അന്ന് മാത്രമേ വീഡിയോ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞോളൂ. മൺഡേ മുതൽ ഓരോ വീഡിയോകൾ വരും. പക്ഷേ പിന്നെ നോൺ വെജിൻ്റെയൊക്കെ വീഡിയോ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ വന്നെ. വീക്കെൻഡൊക്കെ ആകുമ്പോഴായിരിക്കും ഇനി കുക്കിങ്ങിൻ്റെ അതിൻ്റെ വീഡിയോസ് വരുവുള്ളൂ. എങ്കിലും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. ശരി.